ഞാൻ മകേഷ് വടക്കഞ്ചേരി. മകേഷ് സ്നേഹാലയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. അലി എന്ന് പറയുന്ന 63 വയസ്സുള്ള പാപ്പാനി സ്വദേശി എന്ന ആ മഹാ വ്യക്തിയുടെ വീഡിയോസുമായാണ് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിൽ വരുന്നത്. കാരണം വർഷകാലങ്ങൾക്ക് മുമ്പ് ഭാര്യയും മക്കളും ഒക്കെ ഉപേക്ഷിച്ചു പോയി, ട്യൂട്ടോറിയൽ പഠിപ്പിച്ചു, ഒരു മാഷായി, ഒരുപാട് മക്കൾക്കും വെളിച്ചം പകർന്നും അറിവ് പകർന്ന ആ അലി എന്ന ആ മഹാവ്യക്തി ഇന്ന് 2 കാഴ്ചയും നഷ്ടപ്പെട്ട് ബസ് സ്റ്റാൻഡിലും മറ്റ് കടത്തിണ്ണയിലും വാടകയ്ക്കുമൊക്കെ അന്തി ഉറങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഒരു കാഴ്ച, അതായത് ഒരു വെളിച്ചം പകർന്നതിന് ഒരു 15,000 രൂപയുടെ ചിലവുണ്ട്. ആ കാഴ്ച തിരികെ കിട്ടിയാൽ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി, അപ്പോൾ അത് ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ലാഞ്ഞ് അദ്ദേഹം ചിലവിന് പോലും മറ്റു മാർഗമില്ലാണ്ട് അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. അപ്പോൾ 15,000 രൂപ സമാഹരിച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ ഒരു കാഴ്ച തിരിച്ചു കിട്ടിയാൽ 10 കുട്ടികളെങ്കിലും ട്യൂഷൻ എടുത്ത് അദ്ദേഹത്തിന് ജീവിച്ചു പോവാം എന്നുള്ള ഒരു വളരെ ആത്മവിശ്വാസത്തിലൂടെയാണ് ആ ഒരു വീഡിയോ പ്രേക്ഷകർ പുറന്തള്ളില്ല. അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു സംഘടകർ ഏറ്റെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ കണ്ണിന് ആ കാഴ്ച കിട്ടുന്നതിന് ഒരു ഓപ്പറേഷൻ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ധനമായി അദ്ദേഹത്തെ സഹായിക്കുകയോ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയോട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും ഒക്കെ ഞങ്ങൾ ഈ വീഡിയോസിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഈ അദ്ദേഹത്തെ അലിക്കായെ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അലിക്കയുടെ വിവരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. നമുക്കതിലേക്ക് പോവാം. ഓക്കെ. പരിചയമുണ്ട്. എങ്ങനെ അറിയാം? സാമ്പത്തികമായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. അലീക്ക എന്താണ് അലീക്കയുടെ നാട് എവിടെയാണ്? അലീന്ന് അസീന്ന് വിളിക്കും. അലീന്നും അസീന്നും വിളിക്കും. ഇപ്പൊ എത്ര വയസ്സായി? എനിക്ക് ഇപ്പോ 62 വയസ്സായി. 62 വയസ്സായി. ഓ, എവിടെയാണ് വീട്? എവിടെയാണ്? പാപ്പാനി എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ? എന്തായിരുന്നു ജോലി? ട്യൂട്ടോർ കൊറിയയിലൊക്കെ കുറെ പഠിപ്പിച്ചു. സംഘം കോളേജ്, വിശ്വഭാരതി, മോഡലിലൊക്കെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചു. പെൻഷൻ മറ്റു കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അപ്പോ അതിന്റെ ഇതായിരുന്നു. അതിനിടയ്ക്ക് തന്നെ ഭാര്യ പടങ്ങി പോയത് ഒറ്റപ്പെട്ടു പോയി. ഒരു 9 വർഷത്തോളം. എളുപ്പമാണല്ലോ കൂടി പഠിക്കുന്ന ബന്ധങ്ങള് എളുപ്പം വലിച്ചെറിയാൻ എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യമല്ലേ? അതിന്റെ ഈ പ്രശ്നം ആഹാരം പോലും സമയത്തിനില്ലാതെ കാലിലൊക്കെ നീര് വന്നിരിക്കുക. വൈറ്റമിൻ കുറവാ. കാണിച്ചപ്പോ ഗുളികയൊക്കെ കഴിച്ചപ്പോ ഒരു ഇതാക്കിയിട്ടുണ്ട്. ഈ കണ്ണിന്റെ പിന്നെ കുറവ് മൂലം വല്ലവിടേക്ക് പോകുമ്പോഴും എല്ലാം പോകുന്ന സമയത്ത് തട്ടുമുട്ടുണ്ട്. 2 പ്രാവശ്യം. അത് അങ്ങനെയാണല്ലോ. കാരണം ഈ കാഴ്ച ഇല്ലാത്തവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, അവർക്കൊരു ഉൾക്കാഴ്ചയുണ്ട്. പെട്ടെന്ന് കാഴ്ച ഉള്ളവർ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ചിലപ്പോൾ അവർ പലയിടത്തും വീഴും, അവർക്ക് മുന്നോട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട്. ഗവൺമെന്റ് ആശുപത്രിയിൽ 72 ദിവസം ഞാൻ ട്രീറ്റ്മെന്റിലായിരുന്നു. ഇപ്പൊ ഈ കണ്ണ് പിന്നെ ഓപ്പറേഷൻ ചെയ്താൽ നേരെയാവുന്ന ഡോക്ടർ അതിന് എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? ഒരു കണ്ണിന് ഇതിന് 15,000 രൂപ വരും. ഇത് ഒന്ന് ചെയ്യണം, ഇത് അതേ പൈസ ചെലവാണ്. അപ്പൊ 30,000 രൂപ ചെലവ്. പിന്നെ ഞരമ്പുകളാണ് പെശക്. ഇത് കഴിഞ്ഞിട്ട് അതാവുള്ളൂ. ടോട്ടല് കോഴിപ്പാറയിലും പാലക്കാടിലും ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു ഹോസ്പിറ്റലില് 1,50,000, വേറൊരു ഹോസ്പിറ്റലിൽ പോയപ്പോ 1,60,000 രൂപ ആണെന്ന് പറഞ്ഞു. അപ്പോ തൽക്കാലം കണ്ണിന്റെ ഒരു ഓപ്പറേഷൻ അത്യാവശ്യം ഒരു കാഴ്ചകളൊക്കെ കിട്ടാൻ അപ്പൊ ഞാൻ പറഞ്ഞു ഡോക്ടർമാരോടോ, എനിക്കിപ്പോ ബുദ്ധിമുട്ട് വേറെ ഒന്നുമില്ല, എനിക്ക് ഇത്രകാലം കുട്ടികളെ പഠിപ്പിച്ചാണ്. അതൊരു ആഗ്രഹം. കണ്ടല്ലേ? പിന്നെ അദ്ദേഹം പറയുന്നത് ഇനിയും ഒരുപാട് വിദ്യാർത്ഥിനികൾക്ക് ഒരു വെളിച്ചം പകരണം എന്നാണ് നമ്മുടെ അലിക്ക പറയുന്നത്. തീർച്ചയായിട്ടും കണ്ടിട്ട് സങ്കടം തോന്നുന്നു. കാരണം കാഴ്ചകൾ പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അറിയാലോ. നമുക്ക് പെട്ടെന്ന് നടക്കുമ്പോൾ ഒരു ഇരുളിച്ച വന്നാൽ നമുക്കെന്താ സംഭവിക്കുക എന്നതുപോലെയാണ്. കാഴ്ചയുള്ളവർക്ക് ഒരു ഉൾക്കാഴ്ചയുണ്ട്, അവർക്ക് നടക്കാൻ പറ്റും, അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷെ പെട്ടെന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ കാഴ്ച നഷ്ടപ്പെടുമ്പോൾ ഒരുപാട് വിഷമം. അതിനുപരി നമ്മുടെ ബന്ധുക്കളും നമ്മളെ കൂട്ടിപ്പിടിക്കുന്ന മക്കളും ഭാര്യയും ഒക്കെ ഉപേക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന മനദുഃഖം അതിനപ്പുറം. എന്തായാലും പ്രേക്ഷകരെ കണ്ടല്ലോ, ഈ പാവത്തിനെ നിങ്ങൾ സഹായിക്കണം. ആരെങ്കിലും ചേർന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചയ്ക്കൊരു വഴി കണ്ടെത്തണം എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇതിനെ സപ്പോർട്ട് ചെയ്ത ക്യാമറമാൻ സുമാറിനൊപ്പം മകേഷ് വടക്കഞ്ചേരി. നന്ദി, നമസ്കാരം.